നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ വളരെ ആകർഷകമായ ഒരു ഗ്രഹമാണ് ശനി. നമ്മുടെ സൗരയൂഥത്തിലെ ഏറ്റവും വലുതും അതിശയകരവുമായ റിംഗ് സിസ്റ്റം ശനിക്ക് ഉണ്ടെന്ന് നിങ്ങൾക്കറിയാമോ? ഈ വളയങ്ങൾ കോടിക്കണക്കിന് ഐസ് കണങ്ങളാൽ നിർമ്മിതമാണ്. ചിലത് മണൽത്തരികൾ പോലെ ചെറുതും മറ്റുള്ളവ വീടുകൾ പോലെ വലുതുമാണ്. എന്നാൽ അതുമാത്രമല്ല, ശനി ഒരു വാതക ഭീമനാണ്. അതായത് അതിന് ഖര ഉപരിതലമില്ല. ഇത് കൂടുതലും ഹൈഡ്രജനും ഹീലിയവും കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. കൂടാതെ ബുധഗ്രഹത്തേക്കാൾ വലുപ്പമുള്ളതും ദ്രാവക മീഥെയ്ൻ തടാകങ്ങളുള്ളതുമായ ടൈറ്റൻ ഉൾപ്പെടെ 80-ലധികം ഉപഗ്രഹങ്ങൾ ശനിക്കുണ്ട്. ശനിയുടെ ഉപഗ്രഹം ടൈറ്റൻ ശരിക്കും ഒരു അത്ഭുത ലോകമാണ്. മങ്ങിയ അന്തരീക്ഷം ഉപരിതലത്തെ മൂടുന്ന ഒരു സ്ഥലത്തെ സങ്കൽപ്പിക്കുക. ഇത് മറ്റൊരു ലോക ഭൂപ്രകൃതി സൃഷ്ടിക്കുന്നു. നമ്മുടെ സൗരയൂഥത്തിലെ ഉപഗ്രഹങ്ങളിൽ ടൈറ്റൻ സവിശേഷമാണ്. നദികൾ, തടാകങ്ങൾ, ദ്രാവക മീഥെയ്ൻ നിറഞ്ഞ കടലുകൾ പോലും. ഈ ഇടതൂർന്ന അന്തരീക്ഷം അതിനെ ആകർഷകമായ ഒരു പഠന വിഷയമാക്കുക മാത്രമല്ല, അതിൻ്റെ മഞ്ഞുമൂടിയ പുറംഭാഗത്തിന് താഴെയുള്ള കാര്യങ്ങളെക്കുറിച്ച് കൗതുകകരമായ ചോദ്യങ്ങൾ ഉയർത്തുകയും ചെയ്യുന്നു. സമീപകാല ഗവേഷണങ്ങൾ സൂചിപ്പിക്കുന്നത് ടൈറ്റൻ ഒരു ഉപരിതല സമുദ്രത്തിന് തുറമുഖമായിരിക്കാം. ഇത് അന്യഗ്രഹ ജീവികളുടെ അഭയസ്ഥാനമായിരിക്കാം. അത്തരമൊരു അങ്ങേയറ്റത്തെ അന്തരീക്ഷത്തിൽ നിലനിൽക്കുന്ന ജീവിതത്തെക്കുറിച്ചുള്ള ചിന്ത ആവേശകരവും അമ്പരപ്പിക്കുന്നതുമാണ്. ഇനി നമുക്ക് ശനിയുടെ മറ്റൊരു നിഗൂഢമായ സവിശേഷത നോക്കാം. അതിൻ്റെ കാറ്റിന് മണിക്കൂറിൽ 1100 മൈലിലധികം വേഗത കൈവരിക്കാൻ കഴിയും. ഉത്തരധ്രുവത്തിലെ ഹെക്സഗോണൽ ആകൃതിയിലുള്ള കൊടുങ്കാറ്റാണ്. വോയേജർ ദൗത്യം കണ്ടെത്തിയതുമുതൽ ഈ വലിയ 6 വശങ്ങളുള്ള ജെറ്റ് സ്ട്രീം ശാസ്ത്രജ്ഞരെ ആശയക്കുഴപ്പത്തിലാക്കി. 20,000 മൈലിലധികം നീളത്തിൽ വ്യാപിച്ചു കിടക്കുന്ന ഷഡ്ഭുജാകൃതി ഒരു കൗതുകകരമായ രൂപം മാത്രമല്ല, വിശദീകരണത്തെ ധിക്കരിക്കുന്ന ചലനാത്മകമായ ഒരു കാലാവസ്ഥാ പ്രതിഭാസമാണിത്. കൂടുതൽ ആകർഷകമായ ചർച്ചകൾക്കായി ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഏതെങ്കിലും വിഷയങ്ങളെക്കുറിച്ച് അറിയണമെങ്കിൽ കമന്റ് ബോക്സിൽ ഇടുക. ഞങ്ങൾ അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യുന്നതാണ്. മറ്റൊരു വീഡിയോയുമായി ഉടൻ തിരിച്ചെത്തും.